മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കൂത്താളി ഗ്രാമപഞ്ചായത്ത് UDF സ്ഥാനാർത്ഥികൾ നോമിനേഷൻ നൽകി. മുൻ മന്ത്രി KG അടിയോടിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പഞ്ചായത്തിലെത്തിയത്. കൂത്താളി ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ജനവിധി തേടുന്ന സ്ഥാനാർത്ഥികളും UDF പ്രവർത്തകരും മുൻമന്ത്രി KG അടിയോടിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രകടനമായാണ് കൂത്താളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി ഭരണാധികാരികൾക്ക് മുന്നിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതെന്ന് കോൺഗ്രസ് കൂത്താളി മണ്ഡലം പ്രസിഡന്റ് രാജൻ പുതിയേടത്ത് പറഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി ഇടതുപക്ഷ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൂത്താളി പഞ്ചായത്തിൽ ഈ പ്രാവശ്യം തീർച്ചയായും ഒരു ഭരണമാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തന്മാരായ സ്ഥാനാർത്ഥികളെയാണ് UDF 14 വാർഡുകളിലും നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് കാലത്ത് മുൻ മന്ത്രിയും KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ KG അടിയോടിയുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് 14 സ്ഥാനാർത്ഥികളും പഞ്ചായത്തിലേക്ക് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടത്. കഴിഞ്ഞ കാലത്തെ ദുർഭരണം ജനങ്ങൾക്ക് മടുത്തു എന്നതിൻ്റെ സൂചനകൾ ജനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തുതന്നെയായാലും ഈ പ്രാവശ്യം കൂത്താളി പഞ്ചായത്ത് UDF തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ 20 വർഷമായി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് LDF നിയന്ത്രണത്തിലാണെന്നും ഒരു മാറ്റം വരണമെന്നും അതിനായി 2 UDF സ്വതന്ത്രരടക്കം 14 UDF സ്ഥാനാർത്ഥികൾ വരും ദിവസങ്ങളിൽ വീടുകൾ കയറി വോട്ടു തേടും. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.